അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും കൃത്യമായി പാലിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ശിഷ്ടകാല ജീവിതം ക്രമീകരിക്കണം എന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ അതിലെ ചില വചനങ്ങൾ ഉദ്ധരിച്ച് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, മക്കൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് അവരോട് ചോദ്യമുണ്ടാകും. പക്ഷെ അതിന് മുമ്പേ അള്ളാഹുവിന്റെ ചോദ്യം നേരിടേണ്ടി വരുന്നത് മാതാപിതാക്കളായിരിക്കും, രക്ഷിതാക്കളായിരിക്കും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പ്രസ്താവിച്ചിട്ടുള്ളത്. കേവലമായ ഒരു പണ്ഡിത അഭിപ്രായം എന്നതിനപ്പുറം വിശുദ്ധ ഖുർആനിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ പിൻബലമുള്ള ഒരു കാര്യമാണ് ഇബ്നുൽ ഖയ്യിം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാം എപ്പോഴും ആലോചിക്കുകയും ഏറെ ബോധപൂർവവും ശ്രദ്ധാപൂർവവും നിർവഹിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ സുപ്രധാനമായ കാര്യമാണ് നമ്മുടെ തർബിയത്ത് അഥവാ മക്കളുടെ പരിപാലനം, സന്താന പരിപാലനം. വിശുദ്ധ ഖുർആൻ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഇതിനടിസ്ഥാനപ്പെടുത്തി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുറബ്ബി ആകുക എന്നാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ ഭൗതികമായി ജന്മം നൽകിയ ആ വ്യക്തിയെ അയാളുടെ പിതാവ്, വാപ്പ, ഉമ്മ എന്നൊക്കെ വിളിക്കാം. വാലിദ്, ജന്മം നൽകിയവൻ എന്ന് പറയാം. പക്ഷേ ഈ വാലിദ് എന്ന് പറയുന്ന, പിതാവെന്ന് പറയുന്നതിൻ്റെയും മീതയാണ് മുറബ്ബി എന്ന് പറയുന്നത്. പിതാവാകാൻ എല്ലാവർക്കും സാധിക്കാം, പക്ഷെ ഒരു മുറബ്ബിയാകുക എന്ന് പറയുന്നത് അല്പമല്ല ധാരാളം ക്ഷമയും അറിവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും തുടങ്ങിയ എല്ലാം ഒത്തുചേർന്ന ഒരു ലക്ഷണമൊത്ത മുസ്ലിമിന് മാത്രമേ പൂർണാർത്ഥത്തിൽ ഒരു മുറബ്ബിയായി മാറാൻ പറ്റുകയുള്ളൂ. നമ്മൾ യഥാർത്ഥ മുറബ്ബികളായി, മുറബ്ബി എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തിക്കൊണ്ടുവരിക, അങ്ങനെ ചെയ്യുന്നവൻ എന്നാണ്. അങ്ങനെ ഒരു പൂർണാർത്ഥത്തിലുള്ള മുറബ്ബിയായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ നല്ലവരായി മാറുന്നത്. ഒരു മകൾ നന്നാവാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഒറ്റവാചകത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറുപടി, നിന്റെ മക്കൾ എങ്ങനെ ആകണം എന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ജീവിച്ചാൽ മതി. എന്റെ മക്കൾ നല്ലവരായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ അതിനൊരു പരിഹാരം ഞാൻ നല്ലവനായി ജീവിക്കുക എന്നതാണ്. നീ നല്ലവനായി ജീവിച്ചാൽ നിന്റെ മക്കളും നല്ലവരായി മാറും. അതിന് വിപരീതങ്ങൾ ഉണ്ടാകാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ അയാൾ കാഫിറായി ചത്തുപോയതാണ്. അതിനർത്ഥം
നൂഹ് നബിയുടെ തർബിയത്തിൽ പാളിച്ചയുണ്ടായി എന്നല്ല, അങ്ങനെയും സംഭവിക്കാം. പക്ഷെ പൊതുവെ മൊത്തത്തിൽ പറയുമ്പോ മക്കൾ നന്നാകാനുള്ള പരിഹാരം മാതാപിതാക്കൾ നന്നാകുക, അവനുമായി ഇടപഴകുന്ന ആളുകൾ നന്നാകുക, ഇതാണ് അതിനുള്ള പരിഹാരമായി ദീൻ പറഞ്ഞിട്ടുള്ളതിന്റെ ആകത്തുക. അതാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ അത് കൃത്യമായി കാണാൻ പറ്റുകയും ചെയ്യും. അപ്പൊ മക്കൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമായും അതിനെക്കുറിച്ച് അമാനത്ത് എന്ന് പറയാറുണ്ട്. മൊത്തത്തിൽ മനുഷ്യന്റെ സവിശേഷത എന്ന് പറയുന്നത് അവൻ അമാനത്തേറ്റെടുത്തു എന്നതാണ്. ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കും താങ്ങാൻ കഴിയാത്ത, അവയ്ക്കൊക്കെ ഭയമുണ്ടാക്കിയ കാര്യമാണ് അമാനത്ത്, ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം മനുഷ്യനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആകാശഭൂമികൾക്ക് പർവ്വതങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അത്രമേൽ കനപ്പെട്ട ബാധ്യതയാണ് അമാനത്ത് എന്ന് പറയുന്നത്. ആ അമാനത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗമാണ് സന്താന പരിപാലനം എന്ന് പറയുന്നത്. മക്കൾ എന്ന് പറയുന്നതോ അവരോടുള്ള നമ്മുടെ കടപ്പാടുകളും ബാധ്യതകളും ധാരാളമാണ്. അതിലടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഇത് അമാനത്താണ് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകുക എന്നതാണ്. അതൊരു അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഇത് എന്ന് ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും സന്താനങ്ങളെ വളർത്തുന്നതും പരിപാലിക്കുന്നതുമെല്ലാം കച്ചവടക്കണ്ണോടുകൂടെയാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മകനെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചാൽ, അവൻ പഠിച്ച് ഒരു ഉദ്യോഗം വരിച്ചാൽ എനിക്ക് അവനിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന വാണിജ്യവൽക്കരിക്കപ്പെട്ട, കച്ചവടവൽക്കരിക്കപ്പെട്ട ബന്ധങ്ങളായി ബന്ധം മാറുകയാണ്. ഒരു സ്വാർത്ഥരായി മാറുകയാണ്. നമ്മൾ ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ അതിനർത്ഥം മക്കളെ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. അടിസ്ഥാനപരമായി നമ്മളൊരു ബാധ്യത നിർവഹിക്കും. അള്ളാഹ് ഏൽപ്പിച്ച ഒരു ബാധ്യത നിർവഹിക്കുമ്പോൾ, ഒരു അമാനത്ത് നിർവഹിക്കുമ്പോൾ അതൊരു പുണ്യകർമ്മമാണ് എന്ന നിലക്ക് നിർവഹിക്കുക എന്നുള്ളതാണ് അതിൽ അതിപ്രധാനമെന്ന് കൃത്യമായും ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഈത്തപ്പന തൈ, നിങ്ങൾ ഒരു ഈത്തപ്പനയുടെ തൈ നിങ്ങളുടെ കയ്യിലിരിക്കെ ആ സമയത്താണ് അന്ത്യസമയം സംഭവിക്കുന്നതെങ്കിൽ പോലും അത് നട്ടുപിടിപ്പിക്കാൻ ആ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഈ തൈ നട്ടുപിടിപ്പിച്ച് അത് വളർന്ന് പന്തലിച്ച് അതിനുള്ള കായ്ക്കനികൾ കിട്ടും എന്ന് ഒരിക്കലും മനുഷ്യന് ഒരു വിശ്വാസവുമില്ല, ഒരു പ്രതീക്ഷയില്ല. എങ്കിൽ പോലും അയാളത് നട്ടുപിടിപ്പിക്കണം എന്ന് പറഞ്ഞ പരാമർശത്തിലൂടെ പണ്ഡിതന്മാർ അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്ന, അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുണ്യകർമ്മം ചെയ്യുമ്പോ അതിൽ എന്തെങ്കിലും ഭൗതികമായ താല്പര്യം കിട്ടണം എന്നതാകരുത് മുഖ്യ ലക്ഷ്യം. അപ്പൊ മക്കളെ വളർത്തുന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ടും ഈ ഹദീസ് പറഞ്ഞതായി കാണാം. മക്കളെ വളർത്തുമ്പോ ആത്യന്തിക ലക്ഷ്യം, എനിക്ക് ഭൗതികമായി എന്ത് ലാഭം, ഞാൻ ലക്ഷങ്ങൾ മുടക്കിയത് കൊണ്ട് എനിക്കവൽ നിന്ന് കോടി അവൻ വഴി സമ്പാദിക്കണം എന്ന ഒരു ചിന്ത മാത്രം ഭൗതികതയിൽ ഈ തർബിയത്തിനെ ചുരുക്കിക്കെട്ടുന്നത് അപകടകരമാണ് എന്നാണ് പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം. അപ്പൊ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്, മക്കൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. ആ അമാനത്ത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹു എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വലിയൊരു സുഹൃതമാണ്. ആ സുഹൃതം വഴി ഞാൻ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് എന്റെയും മക്കളുടെയും പരലോക വിജയമാണ്. ഏതായിരിക്കണം അതിന്റെ അടിസ്ഥാനം എന്നതാണ്
ഇതിലേറെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം. അങ്ങനെ കൃത്യമായ ബാധ്യതാ നിർവഹണം നടത്തുമ്പോ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു മുറബ്ബിക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടത് ക്ഷമയാണ്. കുട്ടികളുടെ പക്കൽ നിന്ന് അബദ്ധങ്ങൾ, സ്ഖലിതങ്ങൾ, കുട്ടികളുടെ സഹജമായ അബദ്ധങ്ങളും സ്ഖലിതങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ്. നമ്മൾ കേട്ട് പരിചിതമായ ഒരു ഹദീസുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പലായനം ചെയ്ത് എത്തിയ അന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് അവരുടെ മാതാവ് നബിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞാൻ എന്റെ മകനാകുന്ന അനസിനെ ഇതാ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അന്ന് ഏൽപ്പിച്ചു കൊടുത്ത അന്ന് മുതൽക്ക് ദീർഘമായ ഒരു 10 പതിറ്റാണ്ട് കാലം, 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചിട്ടുള്ള മഹാനായ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീർഘമായ 10 വർഷക്കാലം ഞാൻ സേവനം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ 10 വർഷത്തിനിടക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്താ അനസേ നീ അങ്ങനെ ചെയ്തത്, എന്താണ് നീ ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. അതിനർത്ഥം അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു സ്ഖലിതവും സംഭവിച്ചിട്ടില്ല എന്നല്ല. കുട്ടികളാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷേ അബദ്ധം സംഭവിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരുത്തി കൊടുക്കുമ്പോ വളരെ ബുദ്ധിപരമായി ആ കുഞ്ഞിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ, ആ കുഞ്ഞിന്റെ മനസ്സിൽ യാതൊരുവിധ വെറുപ്പോ അമർഷമോ ഉണ്ടാക്കാത്ത വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരുത്തി കൊടുത്തു എന്നതാണ് ഹദീസിന്റെ വലിയ പാഠമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ 10 വർഷക്കാലവും ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ നിന്ന് യാതൊരുവിധ സ്ഖലിതവും സംഭവിച്ചിട്ടില്ല എന്നതിന് അർത്ഥമില്ല എന്ന് കൃത്യമായും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് പെരുമാറിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ പേരക്കിടാങ്ങളെ ചുംബിക്കുന്നത് അഖ്റ എന്ന് പറയുന്ന ഒരു സ്വഹാബി കണ്ടപ്പോ, അത് അടുത്ത കാലത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ആ ഒരു രംഗം കണ്ടപ്പോ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നിങ്ങൾ കുട്ടികളെ ചുംബിക്കുകയോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒന്നിനെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കാണാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് നിങ്ങളുടെ ഖൽബിൽ നിന്ന് അവൻ എടുത്തു കളഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ എന്നർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയിട്ടുണ്ട്. കരുണ ചെയ്യാത്തവനോട് കരുണ ചെയ്യാത്തവർക്ക് കരുണ തിരിച്ചു കിട്ടുകയും ഇല്ല. പലപ്പോഴും മാതാപിതാക്കൾ പറയുന്ന ഒരു പരാതി, മക്കൾക്ക് നമ്മളോട് സ്നേഹമല്ല, ബഹുമാനമല്ല, നമ്മളോട് ഒരു ആദരവില്ല, നമ്മളെ പരിഗണിക്കുന്നില്ല. ഇത് പരക്കെയുള്ള പരാതിയാണ്. ആ പരാതി പറയുന്നതിന് മുമ്പ് മക്കളെ നമ്മൾ അങ്ങോട്ട് പരിഗണിച്ചിരുന്നോ, നമ്മൾ അങ്ങോട്ട് അവരെ സ്നേഹിച്ചിരുന്നോ, മക്കൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് പൊതുവേ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അവർ നമുക്ക് വേണ്ടി നമ്മളോട് നല്ല രീതിയിൽ വർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ അവിടെ ഒന്നാമത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു. അതിന്റെ ഉത്തരം തന്നെയാണ് ഈ പരാതിക്കുള്ള ഉത്തരവും. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവരുടെ ഖബറിടങ്ങൾ നമ്മൾ സന്ദർശിക്കാറുണ്ടോ? ഉറപ്പിച്ച് പറയാം, നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ നമ്മൾ സന്ദർശിക്കുന്നില്ല എങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കളും സന്ദർശിക്കലുണ്ടാവില്ല.
അത് തീർത്ത് പറയാം. അങ്ങനെയാണ് അനുഭവങ്ങൾ. എങ്ങനെയാണ്? എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുക. ഇനി ഖബർ സന്ദർശിക്കേണ്ട അത് പാടില്ല എന്നല്ല, അത് നിരുത്സാഹപ്പെടുത്തുകയല്ല. സന്ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒരു 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിലെ 1 മിനിറ്റെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 1 മിനിറ്റ് സമയം നമ്മൾ നീക്കിവെക്കാറുണ്ടോ എന്ന് ആലോചിച്ചു നോക്കും. ഇല്ല എങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ ഇത്രയും ചെയ്യില്ല, ഇത്രയും അവർ നമുക്ക് വേണ്ടി ചെയ്യില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ചെറിയ 100-ൽ-1 പോലും അവർ നമ്മളോട് നല്ല രീതിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ നമ്മളെ ഓർക്കുകയോ ചെയ്യില്ല. ഓർക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ വാപ്പാനെ ഓർക്കുമ്പോഴൊക്കെ അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, ഉമ്മയെ ഓർക്കുമ്പോ പുറത്തു കൊടുക്കണേ എന്നൊരു മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു തേട്ടം നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അത് ഏറ്റവും പ്രധാനമാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനോട് അടുക്കുന്നുവോ അതിനനുസരിച്ച് മക്കളും നല്ലവരായി മാറും. അപ്പൊ മക്കൾ നന്നാകുന്നില്ല എന്ന പ്രശ്നം നമുക്ക് തോന്നുന്നുവെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് 2 കോളം ഒരു കോളത്തിൽ ഞാൻ എൻ്റെ റബ്ബുമായുള്ള ബന്ധം എങ്ങനെയൊക്കെയാണ്. ഇന്ന് ജമാഅത്തിൽ പങ്കെടുത്തോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ അൽ-കഹ്ഫ് പാരായണം ചെയ്തോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്, അത് ചൊല്ലിയിട്ടുണ്ടോ, അദ്കാറു സ്വബാഹി വൽ മസാഹ് നിർവഹിക്കേണ്ടതുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നൊരു കോളത്തിൽ എഴുതിയാൽ അതിനപ്പുറത്ത് മക്കൾ എന്തുകൊണ്ട് അനുസരണക്കേട് കാണിക്കുന്നു എന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന്റെ ഉത്തരപ്പുറത്ത് എഴുതാൻ പറ്റും. ഇത് പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, എന്റെ ആരാധനയിൽ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ്, ഇന്നി ലഅസി അല്ലാഹ ഫഅരിഫു ദാലിക ഫീ ഖുലുഖി ഹിമാരി വഖാദിമി വംറാതി. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് എതിരായത് എന്തെങ്കിലും എൻ്റെ അടുക്കൽ സംഭവിച്ചാൽ അതിന്റെ ലക്ഷണം എന്റെ വാഹന മൃഗത്തിൽ, എന്റെ വീട്ടിലെ ഭൃത്യൻ, ഭാര്യയ്ക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ പ്രകടമാകാറുണ്ട്. അപ്പോൾ ഞാൻ അല്ലാഹുമായുള്ള ബന്ധം അത് വഷളാകുമ്പോ അത്തരത്തിലൊരു വഷളായ വഷളായ ഒരു പെരുമാറ്റം ഞാനുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എനിക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് പറയുന്നത് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മഹാനായ താബിഈ പണ്ഡിതനാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധം സുദൃഢമാകുമ്പോൾ അതിന്റെ ബറക്ക, അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും അല്ലാഹു സംരക്ഷണം നൽകുമെന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന സൂറ അൽ-കഹ്ഫിന്റെ ഒരു ഭാഗത്തെ പാഠമതാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാം തമ്മിൽ നടക്കുന്ന ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. അതില് തകർന്നു വീണ ഒരു മതിൽ അദ്ദേഹം ഖളിർ നന്നാക്കി കൊടുക്കുകയും അതിന് പ്രതിഫലമൊന്നും പറ്റാതെ പോകുകയും ചെയ്ത ചരിത്രം പറയും. അവിടെ മൂസാ നബി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് പ്രതിഫലം വാങ്ങിക്കൂടാ എന്നൊക്കെയുള്ള അതിന്റെ അവസാനം അതിന്റെ കാരണങ്ങൾ, ഓരോ കാര്യങ്ങളും ചെയ്തതിന്റെ മറുപടി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആ മതിൽ 2 അനാഥകളുടേതായിരുന്നു. അവരുടെ പിതാവ് കാന അബൂഹുമാ സ്വാലിഹൻ, അവരുടെ പിതാവ് നല്ല ഒരു മനുഷ്യനായിരുന്നു. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ മക്കളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതെ അത് സംരക്ഷിച്ചു നിർത്തുവാനുള്ള ഒരു മാർഗം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹത്തിന് ആ മക്കളുടെ വാപ്പ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ്, വാപ്പ സ്വാലിഹായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ മക്കളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതെ അല്ലാഹു തആല അത് സംരക്ഷിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നു, മക്കൾ നന്നാകാൻ
അഥവാ നമ്മൾ നന്നായാൽ അതിന്റെ ബറക്കത്ത് കാരണം മക്കൾക്കും അല്ലാഹു തആല നേർമാർഗം നൽകുകയും അവർക്കും അല്ലാഹു തആല നല്ല വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മക്കൾക്ക് ഹലാലായ ഭക്ഷണം നൽകണം. അത് വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ്, മിഠായി, ചെറുതോ വലുതോ ആകട്ടെ, അവർക്ക് ഞാൻ നൽകുന്നത് ഒന്നിലും ഒരു ഹറാമിന്റെ ലാഞ്ചന പോലും ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയണം. ഹലാല് ഭക്ഷിക്കുന്ന, ഹലാലായത് മാത്രം കഴിക്കുന്ന ആളുകളാണ് നല്ല ആളുകളായി മാറുക എന്നതാണ് അതിന്റെ കാരണമായി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സലഫുസ് സാലിഹീങ്ങളിൽപ്പെട്ട പല മഹാരഥന്മാരുടെയും ഭാര്യമാർ ഈ ആണുങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവർ വിളിച്ചു പറയാറുണ്ടത്രേ, ഭർത്താക്കന്മാരോട് പറയുമത്രേ, ഹറാമായതൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരരുത്, ഹറാമൊന്നും കൊണ്ടുവരരുത്. ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും, പക്ഷെ നരകശിക്ഷ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹലാലേ തരാവൂ എന്ന് ഭാര്യമാർ വിളിച്ചു പറയാറുണ്ടായിരുന്നുവെന്ന് അവിടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ വിഷയത്തിൽ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരോട് ഇണകൾ, ഭാര്യമാർ പറയുന്ന വാചകമാണ് ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുത്ഇംനാ ഹറാമൻ, ഞങ്ങളെ ഹറാമ് ഭക്ഷിപ്പിക്കരുതേ. നസ്ബിറു അലൽ ജൂഅ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും. വലാ നസ്ബിറു അലൻ നാർ, നരകത്തി ഞങ്ങൾക്ക് അസഹ്യമാണ്, സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങള് പട്ടിണി കിട്ടാനും വേണ്ടില്ല, ഞങ്ങൾക്ക് ഹലാലായത് തന്നാൽ മതി എന്ന് പറയാറുണ്ടായിരുന്നുവെന്നാണ്. കാരണം അതിന്റെ ദുരന്തം ഇവിടെ മാത്രം ഒതുങ്ങില്ല. അതിന്റെ ദുരന്തം വളർന്ന് പന്തലിച്ചത് പരലോകത്തും അവസാനമില്ലാത്ത ദുരന്തമായി അത് മാറും. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം, ധാരാളമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം. തിരിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. മഹാരഥന്മാരായ പല പണ്ഡിതന്മാരും പറയുന്നത് അവിടെ പ്രാർത്ഥനകളിൽ കാണാം. അവിടെ പ്രാർത്ഥനകൾ എടുത്തുദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ കൃത്യമായ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ഒരു സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരാളുടെ മകന്റെ പേര് അലി എന്നാണ്. അപ്പോൾ ഈ രക്ഷിതാവ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ എൻ്റെ മകൻ അലിയെ നന്നായി സംസ്കാരം, അദബ് പഠിപ്പിക്കാൻ പാടുപെട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നി ഇജ്തഹദ്തു അൻ ഉഅദ്ദിബ അലിയൻ ഫലം അഖ്ദിർ അലാ തഅദീബി ഫഅദ്ദിബഹു അൻത ലീ. അല്ലാഹു, എൻ്റെ മകൻ അലിയെ നല്ല സംസ്കാര സമ്പന്നനായ ദീനീ ബോധമുള്ള ധാർമ്മിക നിഷ്ഠയുള്ള ഒരു കുട്ടിയായി വളർത്താൻ ഞാൻ പാടുപെട്ട് അധ്വാനിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനൊരു മനുഷ്യനാണ്, പൂർണ്ണാർത്ഥത്തിൽ അത് നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പകരമായി എൻ്റെ മകനെ നീ അദബ് നൽകണേ, അവനെ നീ തർബിയത്ത് നൽകണേ, അവനെ നീ സംസ്കാരം പഠിപ്പിക്കണേ, അങ്ങനെ വളരാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാ എന്ന് പറയുന്ന പ്രഗൽഭനായ താബിഈ പണ്ഡിതൻ പറയുന്നു, അദ്ദേഹം പറയുന്നത്, ഞാൻ 30 വർഷം ഞാൻ അദബ് പഠിച്ചു, 20 വർഷമാണ് ഇൽമു പഠിച്ചത്. അപ്പൊ അദബ് എന്ന് പറയുന്നത് പഠിച്ചതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ്, കുറെ ഇൽമുണ്ടാക്കുക എന്നതല്ല. ആ ഇൽമിനെ അമലാക്കി, കർമ്മമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിപ്രധാനം. അതാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാ പറയുന്നത്, ഞാൻ
30 വർഷമാണ് മര്യാദ പഠിച്ച് ദീൻ പഠിച്ച് എങ്ങനെ അതനുസരിച്ച് ജീവിക്കുക എന്ന് ഞാൻ പഠിച്ചത്. 30 കൊല്ലം ഞാൻ അതിൽ ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. 20 കൊല്ലമാണ് ഇൽമു പഠിച്ചത് എന്ന് മഹാനായ മാലിക് റഹിമഹുല്ല എന്ന് പറയുന്ന 4 മദ്ഹബുകളിലെ 2ാം മദ്ഹബിന്റെ ഇമാമായ മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഉമ്മ പാഠശാലയിലേക്ക് പറഞ്ഞയക്കുമ്പോ നൽകിയിട്ടുള്ളൊരു ഉപദേശം, നീ നിന്റെ ഗുരുവിൽ നിന്ന് ഇൽമു പഠിക്കുന്നതിന് മുമ്പ് അദബ് പഠിക്കണം. എങ്ങനെയാണ് ആളുകളോട് പെരുമാറുക. ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ, പുതിയ തലമുറ, അവർക്ക് മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറുക. മുതിർന്നവർ പോകട്ടെ, വീട്ടിലെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുക, അവരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്ന് പോലും അറിയില്ല. ഒരർത്ഥത്തിൽ ഇന്ന് വീടുകളിലും കഴിയും മാതാപിതാക്കൾ മക്കളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെടുമോ എന്ന ഭയം പോലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഭീതിജനകമായ സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ മക്കളോട് മക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് അങ്ങേയറ്റം ഭയമാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് കിട്ടേണ്ടുന്ന അദബ്, അവർക്ക് കിട്ടേണ്ടുന്ന ഈ ഒരു ഇസ്ലാമികമായ സംസ്കാരം അതവർക്ക് കിട്ടുന്നില്ല. ഭൗതികമായി നമുക്ക് എത്രയും ആളുകളെ പഠിപ്പിക്കാം, പക്ഷെ അത് മാത്രമാകരുത് ലക്ഷ്യം. അത് നമ്മുടെ ഇഹലോക ജീവിതത്തിന് ആവശ്യമായ കാര്യമാണ്. നമ്മുടെ ഭൗതിക ലോകത്ത് ഭൗതികമായ വിജ്ഞാനം നേടി അതിലെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഖബർ വരെ ഉപകരിക്കൂ. നമ്മുടെ നട്ടെല്ല് അത് നെട്ടലിനെ ഒടിച്ചു കളയുന്ന അത്രയും വലിയ സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാര നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അത് അതിന്റെ ലോകത്ത് മാത്രമാണ് ഉപകരിക്കുന്നത്. അത് നിരുത്സാഹപ്പെടുത്തുകയല്ല. അതിപ്രധാനം ശറഈയായ ഇൽം, രണ്ടും സമന്വയിപ്പിച്ച് നൽകുകയും ശറഈന് ഊന്നൽ നൽകുകയും ചെയ്യണം. അങ്ങനെ ശറഈന് ഊന്നൽ നൽകുന്ന ഒരു ധാർമ്മികമായ ബോധം മക്കൾക്ക് നൽകാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തും ധൈര്യസമേതം വാങ്ങിക്കൊടുക്കാം. അവർക്ക് മൊബൈൽ കൊടുക്കാൻ, ടാബ് വാങ്ങിക്കൊടുക്കാം, ഏത് ഉപകരണങ്ങളും ഏത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഏതും നമുക്ക് അവർക്ക് കൈകാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കാം. പക്ഷേ ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞ ആ ഉപദേശം മനസ്സിൽ തറക്കുന്ന വിധം നൽകിയിരിക്കണം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, ഒരു കാര്യം, നീ ചെയ്യുന്ന ഒരു കാര്യം, ഒരു തിന്മ, ഒരു ഖതിയ, അത് എത്ര നിസ്സാരമാണെങ്കിലും അത് ആകാശഭൂമികൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സഹറ, ഒരു പാറക്കുള്ളിൽ, അഥവാ അത്രയും അതീവ രഹസ്യമായി നീ ചെയ്യുന്ന വളരെ ചെറുതെന്ന് തോന്നുന്ന പാപമാണെങ്കിലും അല്ലാഹു തആല അത് കൊണ്ടുവരും. കാരണം അള്ളാഹുവിന് മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. എല്ലാ നിഗൂഢതകളും അറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു എന്ന് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ കാണാം. വിശുദ്ധ ഖുർആൻ പറയുന്നതാണല്ലോ. സൂറ ലുക്മാൻ ഒരു പേജ് മൊത്തം അദ്ദേഹം തന്റെ മകന് നൽകിയ ഉപദേശമാണ്. ആ രീതിയിൽ പരലോകം മനസ്സിൽ തറക്കുന്ന വിധം നൽകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ എവിടെ പോയാലും നമുക്കൊരു ധൈര്യം ഉണ്ടാവും. ഇപ്പോ ഹോസ്റ്റലുകളിൽ കഴിയുന്ന മക്കളുണ്ട്, ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കളുണ്ട്. പല രക്ഷിതാക്കളും ബേജാറിലാണ്. ഹോസ്റ്റലിൽ എന്താണ്, ആരാണ് അവരുടെ കൂട്ടുകെട്ട്? ഇവിടുന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോ പർദ്ദയൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ച് മാന്യമായ ഇസ്ലാമിക വേഷം ധരിച്ച് വാഹനത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെ കണ്ണിൽ പെടില്ല എന്ന അത്രയും ദൂരമെത്തുമ്പോ പിന്നെ പർദ്ദ അഴിച്ചു മാറ്റി വികൃതമായ രൂപങ്ങൾ അണിയുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളുണ്ട്. മറ്റുള്ള നമ്മൾ പറയണ്ട, മുസ്ലിം വിദ്യാർത്ഥികളുണ്ട്. എന്നിട്ട് പിന്നെ വീട്ടത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് എത്താനാകുമ്പോൾ ഡ്രസ്സ് മാറും. ഈ രീതിയിലുള്ള സംസ്കാരവും ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അത്തരം
അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കഴിയുന്ന ഏക കാര്യം ദീനിന് മാത്രമേ ഉള്ളൂ. ദീനീ ബോധം അവരുടെ മനസ്സിൽ പതിയേണ്ട വിധത്തിൽ പതിഞ്ഞില്ല എങ്കിൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും. ലജ്ജാബോധം നമ്മുടെ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോ നമ്മുടെ ഒരു സീറ്റിലിരിക്കുന്നു, ഇപ്പുറത്തൊരു സീറ്റ് ഉണ്ട്. ബസ്സിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പുറത്തൊരു സീറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾക്കിരിക്കാനുള്ള സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ വലിയ വലിയ സ്ത്രീകൾ, പെൺകുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിരിക്കും പലപ്പോഴും. എന്താ പഴയ കാലത്ത് നമുക്കത് ഉണ്ടായില്ല, അത് ആലോചിക്കാൻ പോലും സാധ്യമല്ല. ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ മേഖലകളിലല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം വിശദമായി പറയുക സാധ്യമല്ല, അതിന്റെ ആവശ്യവുമില്ല. നമ്മൾ അതിൽ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പറഞ്ഞത്. മക്കൾക്ക് നമ്മൾ കൃത്യമായ ബോധനം നൽകണം. പരലോക ചിന്ത അവരുടെ മനസ്സിൽ അവരുടെ ഭാഷയിൽ ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ശിക്ഷണം നൽകണം. ശിക്ഷയല്ല, ശിക്ഷണമാണ് പ്രധാനം. ശിക്ഷിക്കാൻ ആർക്കും പറ്റും. ശിക്ഷണം എന്നുള്ളത് കുറെ ഷർത്തും പറലൊക്കെയുള്ള കാര്യമാണ്. ദേഷ്യം വരുമ്പോ ശിക്ഷിക്കരുത് എന്നാണ്. ശിക്ഷിക്കേണ്ടത് ഷർത്തിൽപ്പെട്ടതാണ്. ദേഷ്യം വരുമ്പോ ശിക്ഷിക്കരുത്. ദേഷ്യം വരുമ്പോ ജഡ്ജി വിധി പറയരുത് എന്നാണ് ഇസ്ലാമിക വിധി. ദേഷ്യമുള്ള സമയത്ത് ജഡ്ജി വിധി പറയാൻ പാടില്ല. കാരണം ആ വിധിയെ ചിലപ്പോ അത് നീതിപൂർവമായ വിധിയാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് ശിക്ഷണത്തിന്റെ കാര്യവും ശിക്ഷയുടെ കാര്യവും. അത് ഈ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുകയും വേണം. ഞാൻ ഈ ശിക്ഷക്ക് അർഹനാണ് എന്ന് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുന്നവനെ അവനെ ശിക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. അതും ഒരു 10 വയസ്സ് വരെ കുഞ്ഞിനെ തല്ലാൻ പാടില്ല. 10 വയസ്സായിട്ട് തന്നെ തല്ല് നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിലാണ്. അത് തന്നെ 3 കൊല്ലം അവനോട് നിസ്കരിക്കുന്ന പറഞ്ഞിട്ടാണ് തല്ലിടുന്നത്. 3 കൊല്ലം പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുക. 7-ാം വയസ്സിൽ കൽപ്പന തുടങ്ങണമല്ലോ. 7-ാം വയസ്സിൽ മുതൽ അവനോട് നിസ്കരിക്കുന്ന പറഞ്ഞിട്ട് 3 കൊല്ലവും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അവനടിക്കണം. അടിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെതായ മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചടിക്കണം. ഇപ്പൊ പറയുന്നത് ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അതിന്റെ ഇസ്ലാം പറയുന്ന രീതിയിലെ ശിക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുന്നവനത് ചെയ്യാവൂ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ അൽ ഫുർഖാൻ, അതിലെ 74-ാമത്തെ വചനത്തിൽ പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അടിമകളുടെ 9ഓളം സ്വഭാവങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമയേകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ. പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. മഹാനായ മഹാമഹദി മറിയം അലൈഹിസ്സലാം അവരുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഇടത്ത്, അഥവാ സൂറ ആലു ഇംറാനിൽ അല്ലാഹു തആല പറയുന്നത്, മറിയമിന്റെ മാതാവ് പ്രാർത്ഥിക്കുകയാണ്, ഇവരെയും പിറന്ന ഉടനെ ഇവരെയും ഇവരുടെ സന്തതികളെയും പിശാചിന്റെ ശർറിൽ നിന്ന് കാക്കണേ എന്ന്. നോക്കൂ നിങ്ങൾ, തലമുറകൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണം. ജനിച്ചു വീണ മറിയമിന് വേണ്ടിയല്ല, അവരിൽ നിന്നുണ്ടാകുന്ന സന്തതികൾക്ക് പോലും അല്ലാഹുവേ നിന്റെ രക്ഷ ഉണ്ടാകണേ എന്ന് സന്തതികളെ, തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്
അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി പിതാക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു ഖബൂൽ ചെയ്യും എന്ന് സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അനുകൂല പ്രാർത്ഥനയായാലും പ്രതികൂല പ്രാർത്ഥനയായാലും സ്വീകരിക്കും. മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്, മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്, നീയൊന്നും ഗുണം പിടിക്കില്ലടാ എന്ന് പറയുന്ന ആ രീതിയിലുള്ള ശാപവാക്കുകൾ ചൊരിയരുത്. അത് അപകടകരമാണെന്ന് കൃത്യമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ധാരാളമായത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും വേണം. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ചുരുക്കി പറയുകയാണ്, നമ്മളതിൽ മാതൃകയായിരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം രാജ്യത്തെ ഒരു വിധി, ഒരു നിയമം, ഇസ്ലാമികമായൊരു നിയമം നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തിരുന്നത് ആദ്യം തന്റെ കുടുംബാംഗങ്ങൾ, മക്കളെയും ഇണകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഇതാ നാട്ടിൽ ഇന്ന ഒരു നിയമം നടപ്പാക്കാൻ പോകുകയാണ്, നിങ്ങളാണ് അത് ആദ്യമായി പാലിക്കേണ്ടത്. നിങ്ങളത് ലംഘിച്ചാൽ, മറ്റുള്ള ആളുകൾ ലംഘിച്ചാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് മാതൃകയാകാനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞു, ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന സകലമാന പലിശ ഇടപാടുകളും ഞാനിതാ എന്റെ കാൽ ചുവട്ടിലാക്കി അതിനെ ഞെരിച്ചു കളയുന്നു, അഥവാ അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ദുർബലപ്പെടുത്തുന്ന ഒന്നാമത്തെ പലിശ എന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റേതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് അത് ആരംഭിക്കേണ്ടത് എന്നതാണ് അതിന്റെ പാഠം. അങ്ങനെ നമ്മൾ സ്വയം മാതൃകയാകുകയും നമ്മുടെ കുടുംബത്തിന്റെ മാതൃകയാകുകയും ചെയ്താൽ അതിന്റെ ബറക്കത്ത് കാരണം നമ്മുടെ മക്കളും നന്നവരായി മാറും എന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ പണ്ഡിത വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.